നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് അതിൻ്റേതായ ദക്ഷിണ ഉണ്ട്, അതായത് പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് പോകാം. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും ഈ വ്യക്തിയെ പ്രപഞ്ചശക്തി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നു. ഇതാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും നല്ല തലക്കെട്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായി വിചാരിച്ചുകൊണ്ട് ഈ വായന വളരെ ആത്മാർത്ഥതയോടുകൂടി തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ തീർത്തും കാണാനായി സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ കൂടെ കൂടിയത് ഈ വ്യക്തിയുടെ പേഴ്സണൽ പരമായിട്ടുള്ള പല നേട്ടങ്ങൾക്കും വേണ്ടി തന്നെയായിരുന്നു. നിങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ മാനസികപരമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടിയിട്ടാകാം. അങ്ങനെ എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സാഹചര്യം മോശമായി വന്നപ്പോൾ ഈ വ്യക്തി നിങ്ങളുമായി ബന്ധം സ്ഥാപിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ വഴുതി മാറി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിച്ചത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഈ ഒരു പ്രണയബന്ധത്തിനോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിനോ വേണ്ടിയിട്ട് 100% സമർപ്പണം ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അത്രയും ഡെഡിക്കേഷൻ കൊടുത്തു, അല്ലെങ്കിൽ അത്രയും പ്രാർത്ഥനകൾ ചെയ്തു, ആത്മാർത്ഥത സമർപ്പിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ സംതൃപ്തിപരമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നിങ്ങളുമായി കൂട്ടുകൂടുകയും ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ഈ വ്യക്തിക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളിൽ നിന്നും വളരെ തന്ത്രപരമായി ഈ വ്യക്തി അകന്നു മാറിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്ത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പെരുമാറി. പക്ഷെ പിന്നീട് എപ്പോഴേക്കോ ഈ വ്യക്തി വഴുതി മാറിപ്പോയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമൊക്കെ നിങ്ങൾ നന്നായി കരഞ്ഞു, നന്നായി വിഷമിച്ചു, എല്ലാവരുടെയും പഴികൾ നിങ്ങൾ കേട്ടു, എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ കേട്ടു. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ കുറ്റപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ മോശമാക്കി പറഞ്ഞില്ല. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വിഷമിച്ച് കരഞ്ഞു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തിയുടെ കൂടെ നിന്നിട്ട് പോലും നിങ്ങൾക്കതിൻ്റെ തിരിച്ചടിയായി ലഭിച്ചത് വെറും ചതിയും വഞ്ചനയും മാത്രമാണ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നീറുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ നീറ്റല് ഉണങ്ങിയിട്ടില്ല. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പല മോശപ്പെട്ട കാലഘട്ടത്തിൻ്റെയും അധ്യായത്തിൻ്റെയും അവസാനമാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിന്നോ ദാമ്പത്യ ജീവിതത്തിൽ നിന്നോ മാറ്റിക്കളയേണ്ടിയ കാര്യം എന്തായിരുന്നോ, അതായത് നിങ്ങളെ വിട്ട് പോവേണ്ടിയിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യം എന്തായിരുന്നോ, ആ ഒരു കാര്യം നിങ്ങളെ വിട്ട് പോകാൻ പോകുന്നു. അതായത് നിങ്ങളുടെ വ്യക്തി ആദ്യമൊക്കെ നിങ്ങളുടെ കൂടെ കൂടുകയും പിന്നീട് കാര്യത്തിന് ശേഷം നിങ്ങളെ വിട്ട് പിരിയുകയും ചെയ്ത ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടോ
അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത്. അതിന് കാരണക്കാരായി പുതിയ ഒരു മൂന്നാമതൊരു വ്യക്തിയും കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയും കൂടാതെ മൂന്നാമതൊരു വ്യക്തി, അത് ഒന്നില്ലെങ്കിൽ ഒരു സ്ത്രീയാകാം അല്ലെങ്കിൽ ഒരു പുരുഷനാകാം, മൂന്നാമതായി വന്നിട്ടുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സന് ഒരു പാഠം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ വ്യക്തി രണ്ടാമത് തിരഞ്ഞെടുത്ത പേഴ്സൺ ആയിരിക്കാം ഈ പറയുന്ന തേർഡ് പാർട്ടി. അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരുടെ ആ ഒരു മോശക്കേട് അല്ലെങ്കിൽ അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവം ഈ വ്യക്തിക്ക് പല രീതിയിലുള്ള പാഠങ്ങളാണ് യൂണിവേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. തീർത്തും ഈ തേർഡ് പാർട്ടിയെ വിട്ടിരിക്കുന്നത് യൂണിവേഴ്സ് തന്നെയാണ്. കാരണം ഈ വ്യക്തി ഒരു പാഠം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ളത് യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ കണ്ണീരിന് വില നൽകേണ്ട അല്ലെങ്കിൽ കണ്ണീരിന് ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപക്ഷെ തേർഡ് പാർട്ടിയുമായി ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുതിയ പദ്ധതികളോ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന ജീവിതമോ സ്വപ്നങ്ങളോ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായി പറ്റുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഏതൊരവസ്ഥയിലും ഈ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും ചില പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാധാന്യം ഇപ്പോൾ ഓരോ നിമിഷവും ഈ വ്യക്തി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ മാഹാത്മ്യം അത് ഈ വ്യക്തി ഓരോ അവസ്ഥയിലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായി കാണാം. ഇന്ന് ഈ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തതായി കാണിക്കുന്നുണ്ട്. അത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഈ വ്യക്തി ആഗ്രഹിച്ച മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എന്തുകൊണ്ടോ ഈ വ്യക്തി ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ വ്യക്തിയുടെ കൈക്കുമ്പിളിൽ നേടിയെടുത്തതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി പല വിജയങ്ങളും നേടിയെടുത്തെങ്കിൽ പോലും അവിടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയില്ല, അത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തി മറക്കാൻ ശ്രമിക്കും തോറും, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കും തോറും, ഓരോ ദിവസവും കഴിയും തോറും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു ഇൻജക്റ്റ് ചെയ്ത് വെക്കുന്നത് പോലെ പ്രപഞ്ചശക്തി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തകൾ ഈ വ്യക്തിക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. സ്വന്തമായിട്ട് സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്യാനാകുന്നില്ല, ആത്മസംതൃപ്തി കിട്ടുന്നില്ല, മര്യാദക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പോലും ആകുന്നില്ല. കാരണം രണ്ട് ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ തെറ്റുകൾ. രണ്ട്, നിങ്ങളെ പിരിയേണ്ടി വന്നതിൽ അല്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞ ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി നിങ്ങളെ വലിച്ചെറിഞ്ഞ ആ ഒരു നിമിഷം, അതിനെക്കുറിച്ചുമാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലൊന്നും ഈ വ്യക്തിക്ക് സന്തോഷം കണ്ടെത്താൻ ആവുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായി പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ അഹങ്കാരപൂർണമായിട്ടുള്ള ചിന്തകളും സ്വഭാവ രീതികളും ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക്, ആത്മീയപരമായിട്ടുള്ള ഒരു ഉണർവിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കൈപ്പേറിയ മധുരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തു, പക്ഷെ അതിൽ മുഴുവനും സന്തോഷിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖവും ഉണ്ട് താനും. അങ്ങനെ കൈപ്പേറിയ സന്തോഷത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു.
ഈ വ്യക്തി ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് നന്നായി കരയുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ട്. അതുപോലെ ഈ വ്യക്തിയിലൂടെ പുതിയ ഒരു സൃഷ്ടിയാണ് പ്രപഞ്ചശക്തി ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വ്യക്തി തന്നെ പുനർജനിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തി ആത്മീയപരമായിട്ട് ഉയരുക, ഈ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കി ആ ഒരു കുറ്റബോധം എല്ലാം വന്ന് മാനസാന്തരപ്പെട്ട് നല്ലൊരു മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു നിമിഷം, അതാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ബാധ്യതയല്ല എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നേടിയെടുത്തപ്പോൾ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം, ഒരുപക്ഷെ നിങ്ങളുടെ കോള്, മെസ്സേജ്, നിങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ ഒക്കെ ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുമായിരുന്നു, അകറ്റി നിർത്തുമായിരുന്നു. കാരണം ഈ വ്യക്തിക്ക് വേറെ പല കാര്യങ്ങളിലുമായിരുന്നു ശ്രദ്ധ. പക്ഷെ ഇപ്പോൾ മുഴുവനും ശ്രദ്ധയും നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാനായി പറ്റുന്നത്. അപ്പോൾ നമുക്ക് അവസാനം കുറച്ച് പ്രണയ സന്ദേശങ്ങൾ കൂടെ എടുത്തിട്ട് ഈ വായന നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ ബന്ധനങ്ങളും അഴിച്ച് നിന്റെ അടുത്തേക്ക് ഞാൻ വന്നാൽ നീ എന്നെ സ്വീകരിക്കുമോ? ഇതാണ് ഈ വ്യക്തി ആദ്യമായി നിങ്ങളുടെ അടുത്ത് പറയാനായി ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തി തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയുടെയും മറ്റു പലവരുടെയും ബന്ധനത്തിൽ തന്നെയാണ്. പക്ഷെ ആ ബന്ധനത്തിൽ പോയി ചാടിയത് ഈ വ്യക്തി തന്നെയാണ്. ഞാൻ നിന്നെ അപമാനിച്ചു, എനിക്ക് മാപ്പ് തരണം, എനിക്കൊരവസരം തരണം. അപ്പൊ തീർത്തും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രവർത്തികൾ ഈ പേഴ്സൺ ചെയ്തിട്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത്. അത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അപമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മാപ്പ് തരണമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഒരവസരം കൊടുക്കാനും പറയുന്നുണ്ട്. നീയുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഞാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പൊ തീർത്തും ഈ വ്യക്തി ഒരു ഊരാകുടുക്കിലാണ്. അപ്പൊ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ഈ വ്യക്തിക്ക് രക്ഷ നേടാൻ, നിങ്ങളിലേക്ക് വരാൻ, അതാണ് ഈ വ്യക്തി ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലും തന്ത്രപ്പാടിലുമാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിച്ചവർ എല്ലാവരും എന്നെ ചതിച്ചു. തീർത്തും ഈ വ്യക്തി ഒരുപക്ഷെ മറ്റു പലവരും പറഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും വാഗ്ദാനങ്ങളിലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഈ വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വെച്ച് നീട്ടുകയോ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ വ്യക്തി ഒരു വേള നിങ്ങളെ മറന്നു പോയതാണ്, മറന്നുകൊണ്ട് പ്രവർത്തിച്ചു പോയതാണ്. അത് താൽക്കാലികം സുഖം മാത്രമായിരുന്നു. അത് പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിക്ക് വേദനാജനകമായിട്ടുള്ള അവസ്ഥകൾ തന്നെയായിരുന്നു. അപ്പം ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വ്യക്തിയിൽ നിന്നുള്ള നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രണയ സന്ദേശങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. ഗോഡ് ബ്ലെസ് യു.